നമസ്കാരം. നമ്മളിന്ന് കാണാൻ പോകുന്നത് വയനാട്ടിലെ അമ്പുകുത്തി മലനിരകളാണ്. 5000-ലധികം പഴക്കമുള്ള മനുഷ്യചരിത്രത്തിലെ ശേഷിപ്പുകൾ ഉറങ്ങുന്ന സ്ഥലമാണ്. ശിലായുഗ മനുഷ്യർ ജീവിച്ചിരുന്ന അവരുടെ ജീവിതം കല്ലുകളിൽ കൊത്തിവെച്ച എടക്കൽ ഗുഹയിലേക്ക് സ്വാഗതം. പുരാവസ്തു ഗവേഷകർ പറയുന്നത് പ്രകാരം നവീന ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ വേട്ടയാടിയും കാട്ടുവിഭവങ്ങൾ ശേഖരിച്ചും ഗോത്രവർഗത്തിൽപ്പെട്ട മനുഷ്യർ ജീവിച്ച സ്ഥലം. ഗുഹയിലെ ചുവരുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അന്നത്തെ മനുഷ്യർ കൊത്തിവെച്ച വിചിത്രമായ രൂപങ്ങൾ. കല്ലുകൊണ്ടുള്ള ആയുധങ്ങളും മൺപാത്രങ്ങളുമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഇവർക്ക് സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 1890-ൽ മലബാറിലെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫോസറ്റ് എന്ന ഉദ്യോഗസ്ഥനാണ് ഈ ഗുഹ കണ്ടെത്തി ലോകത്തിനു മുമ്പിൽ സമർപ്പിച്ചത്. വയനാട്ടിൽ നിങ്ങൾ പോകുമ്പോൾ ഈ ഗുഹ കാണാൻ നിങ്ങൾ മറക്കരുത്. തിരക്ക് കാരണം പരിമിതമായ ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ സന്ദർശനം അനുവദിക്കാറുള്ളൂ. രാവിലെ 9 മണി മുതൽ 4 മണി വരെയാണ് സന്ദർശന സമയം. ഓൺലൈൻ ബുക്കിങ്ങിലൂടെയാണ് ഇപ്പോൾ സന്ദർശനം അനുവദിക്കുന്നത്. TTPC വയനാട് എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഓൺലൈൻ പാസ് എടുക്കാവുന്നതാണ്. തിങ്കളാഴ്ച ദിവസം അവധിയായിരിക്കും. ബാക്കി എല്ലാ ദിവസവും സന്ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഗുഹയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. അവിടെ നിയോഗിച്ചിട്ടുള്ള ആളുകൾ നമുക്കതിൻ്റെ ചരിത്രം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. നമ്മുടെ ഗുഹയ്ക്ക് ഒരു 30,000 വർഷം പഴക്കം പറയപ്പെടുന്നുണ്ട്. ശക്തമായൊരു ഭൂകമ്പത്തിലുണ്ടായതാണ്. ഇനി എടക്കൽ എന്ന് പേര് വരാനുള്ള കാരണം ഇടയ്ക്ക് കല്ലുകൾ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടാണ്. എടക്കൽ എന്ന് പേര് വരാനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 6000 വർഷം മുൻപ് മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ജനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു വീടായിട്ട് ഉപയോഗിച്ച് താമസിക്കുന്നു. ആദിവാസികൾ സ്റ്റോണേജ് സമയത്താണ് ജനങ്ങളെന്ന് പറയുന്നത്. അപ്പം സമയം അവർക്ക് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ലാംഗ്വേജ് ലെറ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവർ കണ്ട കാര്യങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അത് ചിത്രങ്ങളായിട്ട് വരച്ചു. അതാണ് നമ്മൾ നവീന ശിലായുഗം പ്രാചീന ശിലായുഗം പഠിക്കുന്നതിൽ നവീന ശിലായുഗത്തിൽപ്പെട്ട ചിത്രങ്ങളുള്ള ഇന്ത്യയിലെ ഏക സ്ഥലം എടക്കൽ ഗുഹയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് എടക്കൽ ഗുഹ പ്രശസ്തം. ഒരു 500 സ്ക്വയർ ഫീറ്റ് ചിത്രങ്ങളുണ്ട്. നമുക്ക് എല്ലാം മനസ്സിലായിട്ടില്ല. നമുക്ക് മനസ്സിലായത് 20% ഉള്ളൂ. അപ്പോൾ അതിൽ മെയിൻ ചിത്രം എന്ന് പറയുന്നത് ഒരു ഗോത്രത്തലവിൻ്റെ ചിത്രമുണ്ട്. അതെ, ഫെദറിൻ്റെ ക്രൗണൊക്കെ ഇട്ട് കൈ ഉയർത്തി പിടിച്ച് നിൽക്കുന്ന ഒരു ഗോത്രത്തലവിൻ്റെ ചിത്രമാണിത്. ഇത് ആഫ്രിക്കൻസിന്റെ ഇന്ത്യക്ക് ഈ അതെ അതെ. അപ്പോൾ നമ്മൾ ഇതല്ലാണ്ട് വേൾഡിൽ 2 സൈറ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഫ്രാൻസിലും സ്പെയിനിലുമാണ്. അതേ സ്ഥലത്തുള്ളവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ അനുസരിച്ചിട്ടുള്ള ചിത്രങ്ങൾ മാറി വരാം. ഇത് സെയിം പേഴ്സൻ്റെ ഒരു ബാക്ക് സൈഡാണ്. ഇത് മുൻവശവും ഇത് പുറകുവശവും കണക്കൂട്ടുന്നു. ഈ റൗണ്ട് ഒരു മുഖം, മുഖത്തിൻ്റെ നേരെ വലത് സൈഡിൽ ഒരു ആനയുടെ ചിത്രം കാണുന്നുണ്ടോ? എലിഫന്റ് കണ്ടില്ല സാർ, കണ്ടില്ല. ട്രങ്ക് മേലോട്ട് പോകും. ഇത് മുകളിൽ ഒരു സ്ത്രീയും ഒരു കുട്ടിയും കൈപിടിച്ച് നിൽക്കുന്നതായിട്ടാണ്. ഒരു സ്ത്രീ ഒരു കുട്ടി. ഈ റൗണ്ട് സൂര്യനെ അനുസ്മരിക്കുന്നു. സൂര്യൻ്റെ മുകളിൽ ഒരു മയില്, ഒരു പീക്കോക്ക് അങ്ങനെ മേലോട്ട് കാണുന്നില്ല. അവിടെ ലാഡ് പോലെ കാണുന്നില്ല. അതൊരു ഉന്തുവണ്ടി കാട്ട് വെഹിക്കിൾ. അതിൻ്റെ നടുക്കായിട്ടുണ്ട് ചെറിയ വീലുകളുണ്ട്. ഉന്തുവണ്ടിക്ക് വരാൻ കാരണം 6000 വർഷങ്ങൾക്ക് ശേഷം 3000, 2000 അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ജനങ്ങൾ താമസിച്ചെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വെഹിക്കിളിൻ്റെ ചിത്രങ്ങൾ പറയാനുള്ള കാരണം. ഇമ്പോർട്ടൻറ്റ് 6000 years കൊണ്ട് നമ്മൾ പറയപ്പെടുന്നത്. ഇതിപ്പോൾ നമുക്ക് എത്ര വർഷത്തെ പഴക്കം? 6000 BC 4000. ഇങ്ങോട്ട് ഒരു സ്ത്രീ രൂപം ഇവിടെയുണ്ട്. ഒരു ട്രയാങ്കിൾ ടൈപ്പിൻ്റെ ട്രയാങ്കിൾ ഫിഗർ ഇങ്ങോട്ട് വരും. ഇതൊരു 2 കപ്പലിൻ്റെ ചിത്രമാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീ ഇങ്ങനെ ഡാൻസിങ് പോഷൻ നിൽക്കുന്നതായിട്ടാണ്. കാലൊക്കെ ക്രോസ് ചെയ്ത് അമ്പും വെല്ലും പിടിച്ചെടുക്കുന്നു.
ബോ ആൻഡ് ആരോ അമ്മ ബില്ലും പിടിച്ച് അവർ ഹണ്ടിങ് ഒക്കെ ചെയ്ത് മൃഗത്തിൻ്റെ കിട്ടിയ സന്തോഷിച്ച് ഡാൻസ് കളിക്കുന്ന ഒരു ചിത്രമായിട്ടാണ്. ഇതൊരു സ്ത്രീരൂപം ഒരു എന്തുകൊണ്ട് നിൽക്കുന്നു. താഴെ കാട്ടുവേപ്പിൽ അതിന് മേലെ ഒരു സ്ത്രീ നിൽക്കുന്നു. ഇതേ സമയത്ത് ഉപയോഗിച്ച വെപ്പൺസ് നൈഫ്, ബോ ആൻഡ് ആരോ, സ്റ്റോൺ ആക്സ് ഇത്തരം വെപ്പൺസ് ഉപയോഗിച്ച് ഹണ്ടിങ് ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അതാണ് സ്റ്റോൺ ഏജ് സമയത്ത് ജനങ്ങൾ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നത്. ഒരു സ്ത്രീരൂപമുണ്ട് സോറി ഇത് വന്ന് സ്റ്റിക്മാറ്റ്. നമ്മുടെ കുട്ടികളോട് സ്റ്റാർട്ടിങ്ങിൽ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞ സ്റ്റിക്മാറ്റ് ചിത്രം വരയ്ക്കില്ലേ, ലൈൻ ഇട്ടിട്ട് ഒരു എലി. ഇതൊരു പാമ്പ്, ഒരു പാമ്പ്. ഇത് 2 ഫ്ലവർ, ഒരു മാൻകുട്ടി ജമീനായിട്ടാണ്. ഇത് സ്ക്രിപ്റ്റാണ്. ഇത് 2000 മുതൽ 2500 വർഷം പഴക്കമുള്ള ബ്രാഹ്മി തമിഴും പ്രാചീന സംസ്കൃതമാണ്. ഇപ്പോൾ തമിഴ് വരാൻ കാരണം സദൻ സെറിൻ്റെ പഴയ ലാംഗ്വേജ് തമിഴാണ്. അപ്പോൾ ഇത് രണ്ടും ട്രാൻസ്ലേറ്റ് അതെ. ഇത് വരാൻ കാരണം വെസ്റ്റേൺ കാട്ടിൻ്റെയും ജോയിൻ്റ് ആണല്ലോ നീലഗിരി. അപ്പോൾ വെസ്റ്റേൺ കാട്ടിൽ നിന്ന് ജനങ്ങൾ അവരുടെ സാധനങ്ങൾ വിൽക്കാൻ ഈസ്റ്റേൺ കാട്ടിലോട്ട് പോയി ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ലെറ്റേഴ്സ് വരാനുള്ള കാരണം. 2 സ്ക്രിപ്റ്റ് ഉണ്ട്, ബ്രാഹ്മി തമിഴും പ്രാചീന സംസ്കൃതവും. രണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഇത് ബ്രാഹ്മി തമിഴ് കുറച്ച് പുറകോട്ടൊന്നല്ലേ കാണുന്നത്, കുറച്ച് പുറകോട്ട് ഇത് നോക്കും. ബ്രാഹ്മി തമിഴ്, ഇത് പ്രാചീന സംസ്കൃതം. രണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ബ്രാഹ്മി തമിഴ് എഴുതിക്കുന്നത് പലപുലി താത്താക്കാരി വേടും കോമലി കച്ചവരം ചുറ്റി എന്നാണ്. പലപുലിയെ കൊന്ന ധാരിശാരിയായ നേതാവ് ഗുഹയിൽ താമസിച്ചിരുന്നതെന്നും പ്രാചീന സംസ്കൃതത്തിൽ വിഷ്ണുവർമ്മനെ കുടുംബിയെ കുലവർത്തന ശ്രീ വിഷ്ണുവർമ്മൻ എന്ന് പറഞ്ഞാൽ അത് താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും കുലത്തിൻ്റെയും ശ്രേയസിന് വേണ്ടി ലിംഗമുണ്ട്. ഇത് നമ്മുടെ തെയ്യം കരകാട്ടം എന്നൊക്കെ പറയുന്ന ഡാൻസിൻ്റെ ഇഷ്ടമാണ്. ഫ്ലവർ താഴെ ആള്. അങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങളാണ്. 500 സ്ക്വയർ ഫീറ്റിൻ്റെ ചിത്രങ്ങളുണ്ട്. ഇത് കണ്ടുപിടിക്കുന്നത് 1894 അന്നത്തെ മലബാറിൻ്റെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫെഡറിക് ഫൗസറ്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 4000 ഫീറ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു റോക്ക് ഷെൽട്ടറാണ്. സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിൽ. അപ്പോൾ ഇത് വന്നിട്ട് ഡ്രെയിനേജ് സിസ്റ്റമാണ്. മഴ പെയ്യുമ്പോൾ വെള്ളം ഇവിടെ നിൽക്കുകയല്ല, എത്ര മഴ പെയ്താലും വെള്ളം അത് കൂടെ പോകും. അത് 1-ാം ഗുഹേൻ്റെ താഴെ കൂടെ. അതുകൊണ്ടാണ് ജനങ്ങൾ ഇവിടെ വരച്ച ചിത്രങ്ങൾ വെള്ളത്തിന് ഒഴിഞ്ഞു പോയ സാറേ വെള്ളം ഒഴിഞ്ഞു പോയതിന് താഴത്തെ ഒരു ഗുഹ ഓൾറെഡി കവർ ചെയ്തില്ല. ഇതിൽ ആരും കൂടെ പോയി അങ്ങനെ പോവാം. അവിടെ നോക്കൂ, അവിടെ ഒരു വ്യൂ കാണാൻ. മൊബൈലൊക്കെ പോയതാ. താഴെ പോയിട്ട് കിട്ടും. ഇതാ വെള്ളം ചാടുന്നതാണേ, വെള്ളം ചാടിയിട്ട് പോവാനുള്ള മഴയുടെ എവിടേക്കെങ്കിലും വെള്ളം പോകും. എന്തല്ലേ പാറയുടെ ഒരു ശരിക്കും വല്ല ഈർന്നെടുത്തോലെ അല്ലേ? വാ ഇവിടെ വാ.